എറണാകുളം നോർത്ത് പറവൂരിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് ആന ഇടഞ്ഞോടി. വഴിയിൽ ആളുകൾക്ക് പരിക്കേറ്റു. ആനയ്ക്ക് മദപ്പാടുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചിട്ടുള്ളത്. സ്നേഹ ഓൺലൈനാണ് വിവരങ്ങളുമായുള്ളത്. സ്നേഹ, ഒരുപാട് നേരം ആന ടൗണിൽ തന്നെ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കി, ഒടുവിൽ അതിനെ തളച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെ ഏകദേശം 9 മണിക്ക് ശേഷമാണ് നോർത്ത് പറവൂരിൽ ഈ മൂത്തകുന്നം പത്മനാഭൻ എന്ന ആന ഇടഞ്ഞത്. ഇന്നലെയായിരുന്നു പാലിയൽ അമ്പലത്തെ ഉത്സവം നടന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ മറ്റൊരു അമ്പലത്തിലെ ഉത്സവത്തിലേക്ക് എത്തിക്കുന്നതിനിടെയായിരുന്നു ഈ ആന ഇടഞ്ഞതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആന ഇടഞ്ഞോടിയ വഴിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഏകദേശം 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. ഈ പരിക്കേറ്റവരൊക്കെ തന്നെയും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആന ഇടഞ്ഞോടിയ വഴിയിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബൈക്ക്, പിക്കപ്പ് വാൻ, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മൂത്തകുന്നം പത്മനാഭൻ എന്നാണ് ഈ ആനയുടെ പേര്. അതുകൊണ്ട് തന്നെ ഈ മൂത്തകുന്നം പരുവക്കൽ ക്ഷേത്രത്തിലായിരുന്നു വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ ആന വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന ഓടിയെത്തിയതും അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആനയെ തളയ്ക്കുക എന്ന ശ്രമം വളരെ ശ്രമകരമായിരുന്നു എന്ന് വേണം പറയാൻ. ആന ഇടഞ്ഞു തന്നെയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം നേരം പരിശ്രമിച്ചിട്ടാണ് ആനയെ എലഫന്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പറവൂർ പോലീസ് ഉദ്യോഗസ്ഥരും ആന പാപ്പാന്മാരും ചേർന്ന് തളച്ചത്. ഈ ആന ഇടഞ്ഞോടിയ വഴിയിൽ ആനയുടെ 1-ാം പാപ്പാൻ ആനയുടെ മുകളിൽ തന്നെയായിരുന്നു. 2-ാം പാപ്പാൻ അത്രയും കിലോമീറ്റർ, അതായത് ഈ ചേന്നമംഗലം ഗോതുരത്ത് വഴി ഈ ഭാഗത്ത് എത്തിയ, ഈ പരുവക്കൽ ഭാഗത്ത് എത്തിയ ആ സമയം വരെയും ഈ 1-ാം പാപ്പാൻ മറ്റുള്ളവരോട് മാറാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെ മുന്നിലോടുകയായിരുന്നു എന്നൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2022 മെയ് മാസം 18-ാം തീയതി ഈ ആനയുടെ മുൻ പാപ്പാനായിരുന്ന വിനോദിനെ ഈ ആന കൊന്നിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ആനയ്ക്ക് മരുന്ന് നൽകാൻ പോയപ്പോഴായിരുന്നു ഈ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നത് എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. സ്ഥിതിഗതികളൊക്കെ വളരെ ശാന്തമാണ്. അഭിലാഷ്, ആനയെ തളച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ ഗോതുരത്ത് മുതലുള്ള സ്ഥലങ്ങളിൽ ആന പരിഭ്രാന്തിയോടുകൂടി ഓടിയത് കൂടുതൽ പേർക്ക് അപകടമുണ്ടാക്കി എന്നാണ്. എന്നാൽ ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നതാണ്. സ്നേഹ ഓൺലൈൻ നൽകുന്ന വിവരം.